ഈ ദിവസത്തിലും അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 സങ്കീർത്തനം 18 വാക്യം. സങ്കീർത്തനം 119:18. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ആമേൻ. നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിന്റെ ശബ്ദം വചനം ആമേൻ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വാഴ്ത്തി സ്വാഗതം ചെയ്യുന്നു. കഥാം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത ആമേൻ ഭാഗം ആമേൻ സ്തോത്രം. കണ്ണുകളെ തുറക്കണമേ. കണ്ണുകളെ തിറന്നിടണം. കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കണ്ണ് തുറക്കുന്നത് എന്നത് ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ വളരെ പ്രധാനമായ ഒരു അനുഭവം. കണ്ണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വളരെ പ്രധാനമായ ഒരു അവയവം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പറയുന്നു ശരീരത്തിന്റെ വിളക്ക് കണ്ണ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ വിളക്ക് കണ്ണ്. ആമേൻ. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആമേൻ, അങ്ങയുടെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പകൽ വേളയിലും ആമേൻ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലും ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നാം അനുഭവിക്കേണ്ടതിന്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നാം കാണേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തെ നാം പ്രാപിക്കേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം എന്ന് ആമേൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കും. മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യത്തെ നാം വായിക്കുമ്പോൾ മാർക്കോസ് 10:51. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബ്ബുവിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് ബർത്തിമേയി എന്ന കുരുടൻ കാഴ്ച ലഭിച്ചത് അനുഭവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നാം ഇവിടെ വായിക്കുന്നു, എരിയോയിൽ നിന്നും യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ പുറപ്പെട്ടു പോകുമ്പോൾ ആമേൻ വഴിയരികെ പിച്ച യാചിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ആമേൻ യേശു ക്രിസ്തു കടന്നു ചെല്ലുന്നു എന്ന് കേട്ട് യേശുവിനോട് അവൻ യാചിച്ച ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കേട്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു മനുഷ്യൻ അവൻ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിൽ അവൻ താൻ സ്വയമായി പ്രവർത്തിപ്പാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിത്തീരുന്നു. തനിക്ക് സ്വയമായി പ്രവർത്തിപ്പാൻ സാധ്യമല്ല. അല്ലെങ്കിൽ താൻ മറ്റുള്ളവരെ ആശ്രയിക്കണം. തൻ്റെ ആഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അനുഭവം. ഹല്ലേലൂയ. താൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കണം. എന്തിനും താൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു അനുഭവമാണ് കണ്ണ് കുരുടാക്കപ്പെട്ട ഒരു അനുഭവം. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആമേൻ ആ വ്യക്തി ആമേൻ താൻ ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. ഹല്ലേലൂയ. ഇപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്ന ഒരു വ്യക്തി വഴിയരികെ പിച്ച യാചിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ, മറ്റുള്ളവരോട് യാചിച്ച് വല്ലതും പ്രാപിച്ചാൽ മാത്രമേ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബത്തിന് ഉപജീവനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഈ വഴിയരികെ പിച്ച യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ശബ്ദം ഇരച്ചൽ കേൾക്കുന്നു. ഹല്ലേലൂയ. ജനം കൂട്ടമായി കടന്നു പോകുന്ന ശബ്ദം, ജനം കൂട്ടമായി നടന്നു ചെല്ലുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഈ വ്യക്തിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയോ ചലിക്കുന്നത് ഉണരുവാൻ പറ്റുന്നു, പക്ഷെ എന്താണെന്ന് കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ 47-ാം വാക്യം നാം വായിക്കുമ്പോൾ
നസ്രയനായ യേശു എന്ന് കേട്ടിട്ട്, നസ്രയനായ യേശു വരുന്നു എന്ന് കേട്ടിട്ട്, അവൻ ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. അവൻ ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. അപ്പൊ തനിക്ക് കാഴ്ചയില്ല. ഈ അവസ്ഥയിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, യേശു കരുണയുള്ള ദൈവം. ഹല്ലേലൂയ. യേശു കരുണയുള്ള ദൈവം. ആമേൻ. അവൻ യാചിക്കുന്നു, ദാവീദിന്റെ പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഇത് ലോകത്തിൽ അനേകരെ നാം കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട അനുഭവത്തിൽ, ലഭിക്കാത്ത അവസ്ഥയിൽ ദൈവത്തെയും മറ്റുള്ളവരെയും കുറ്റം വിധിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ഈ വ്യക്തി അവൻ പറയുന്നു, യാചിക്കുന്നു, ദാവീദിന്റെ പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ. അപ്പൊ യേശു കരുണയുള്ള ദൈവമെന്ന് ആ വ്യക്തി അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാഴ്ചയില്ലെങ്കിലും യേശു ആര് എന്നതിനെ അറിയത്തക്ക ഒരു ഹൃദയം ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ആ വ്യക്തി ആമേൻ ഭർത്യമായി യാചിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. ഭർത്യമായി എന്ന പേരിന്റെ അർത്ഥം തിമായിയുടെ മകൻ. ഭർത്യമായി, തിമായിയുടെ മകൻ എന്ന് മുമ്പിലത്തെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ വ്യക്തി യാചിക്കുന്നു, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ, എനിക്കായി കൃപ തോന്നണമേ, എനിക്കായി ഒന്ന് ഇറങ്ങണമേ. ഹല്ലേലൂയ. എന്നോട് മനസ്സറിയണമേ എന്ന് യാചിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ 48 ആദ്യ ഭാഗത്തിൽ, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, യേശുവിനാൽ എനിക്ക് കാഴ്ച തരുവാൻ സാധിക്കും, യേശുവിനാൽ എന്റെ കണ്ണുകളെ തുറപ്പാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശ്വാസം, ആഗ്രഹത്തിനാൽ ഈ വ്യക്തി വിളിക്കുന്നു, ദാവീദിന്റെ പുത്ര, എന്നോട് മനസ്സറിയണമേ, കരുണ തോന്നണമേ. എന്നാൽ അവൻ യേശുവിനോട് പോയവർ അല്ലെങ്കിൽ അവന്റെ ചുറ്റിൽ നിന്നവർ പറയുന്നു, നീ മിണ്ടാതിരിക്കുന്ന. ഹല്ലേലൂയ. നീ ഒന്ന് മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. നിനക്ക് എന്താ ആവശ്യം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ചുറ്റിലിരുന്ന ജനങ്ങൾ ചിന്തിക്കുന്നത്, സ്തോത്രം, യേശു ഇവനുള്ളതല്ല, വേറെ ആർക്കോ ഉള്ളതാ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇന്നും ലോകത്തിൽ നാം കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് അങ്ങനെയാ, യേശു നമുക്കുള്ളതല്ല, ഇത് വേറെ ആർക്കോ ഉള്ളത്. ഹല്ലേലൂയ. യേശു നമ്മുടെ കൂട്ടക്കാർക്കുള്ളതല്ല, ഇത് വേറെ ആർക്കോ ഉള്ളത്. എന്നാൽ ഈ ഭർത്യമായുടെ ഹൃദയത്തിൽ ഒരു വാഞ്ച, ആഗ്രഹം, യേശു എനിക്കുള്ളതാ, യേശുവിനാൽ എന്നെ വിടുവിപ്പാൻ സാധിക്കും, യേശുവിനാൽ എന്നെ രക്ഷിപ്പാൻ സാധിക്കും, യേശുവിനാൽ എന്റെ ഈ കണ്ണുകളെ തുറക്കുവാൻ സാധിക്കും. ആ വിശ്വാസത്തിന്റെ ഉറപ്പ് ആ മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെട്ടിട്ട് ആമേൻ വചനം പറയുന്നു. ഹല്ലേലൂയ. തുടർന്ന് വായിക്കാം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഹല്ലേലൂയ. അപ്പൊ ആ വ്യക്തി അധികമായി വിളിക്കും, ഏറ്റവും അധികമായി. ഹല്ലേലൂയ. മുൻപിലത്തെക്കാളും ബലത്തോടെ, മുൻപിലത്തെക്കാളും ശക്തിയോടെ പറയുന്നു, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്നും വിടുതലുകൾ, നന്മകൾ പ്രാപിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ തടസ്സം ചെയ്യുന്ന അനേക സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരിക്കുന്നവർ, നമ്മെ ചുറ്റിയിരിക്കുന്നവർ, ആമേൻ, നമ്മെ തടസ്സം ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. രക്ഷിക്കപ്പെട്ടവർ, ദൈവത്തെ അറിഞ്ഞ വചനത്തിൽ നിൽക്കുന്ന അനേകർക്ക് ഇത് ആമേൻ അനുഭവം ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. നാം ദൈവത്തിനോട് പറ്റിച്ചേരുവാൻ, നമ്മുടെ ഞെരുക്കത്തിൽ, കഷ്ടതയിൽ ദൈവത്തെ അന്വേഷിച്ച് ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന ഒരു സമൂഹം ഈ ദേശത്തിൽ ഉണ്ട് എന്നത് നാം മറന്നു പോകേണ്ട. അനേകരുടെ ജീവിതത്തിൽ അത് അനുഭവമായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ ഈ പത്തിമേയും അങ്ങനെ മിണ്ടാതിരുന്നില്ല.
ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ മുൻപിലത്തെക്കാളും അധികമായി നിലവിളിച്ചു, അധികമായി വിളിച്ചു. ഹല്ലേലൂയ. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ തടസ്സങ്ങൾ വരുന്നത് നമ്മുടെ വിടുതലിന് വിടുതൽ ഇല്ല എന്നതിന്റെ ഉറപ്പല്ല, വിടുതൽ പ്രാപിപ്പാൻ സാധ്യം അല്ല എന്നതല്ല. ഹല്ലേലൂയ. തടസ്സങ്ങൾ വരുന്നത് അത് വിടുതലിന്റെ മുന്നോടിയായി വെളിപ്പെടുന്ന അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വിടുതലിന് വേണ്ടി, ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് അല്ലെങ്കിൽ വ്യക്തികൾ നമ്മെ തടസ്സം ചെയ്യുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. അത് ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലായിരിക്കാം, നമ്മുടെ ഭർത്താവിൽ നിന്നുമായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം, മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മെ ചുറ്റിയിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കാം. എന്നാൽ അതിനെ നാം ഒരു വലുതായി കണക്കാക്കാതെ ഈ പർത്തിമായിയെ പോലെ നാം അധികമായി അതിനാൽ ഉത്സാഹം കാണിക്കണം, ദാഹമുള്ളവരായി തീരണം. അയ്യോ, ഞാൻ ഒരു വിടുതൽ പ്രാപിക്കണം, യേശുവിനാൽ എനിക്ക് വിടുതൽ തരുവാൻ സാധ്യമുണ്ട്, യേശു എന്നെ വിടുവിപ്പാൻ ശക്തൻ എന്ന വിശ്വാസത്തെ നാം അധികമായി ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ചൊല്ലുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ വചനം പറയുന്ന അവൻ മുൻപിലത്തെക്കാളും അധികമായി നിലവിളിച്ചു, അധികമായി വിളിച്ചു. ഹല്ലേലൂയ. യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ഇപ്പോൾ യേശു അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കും, 2 പ്രാവശ്യം പ്രാർത്ഥിക്കും, പിന്നെ ആ വിഷയത്തെ നാം അങ്ങ് തള്ളിക്കളയാ. നടപ്പില്ലാത്ത കാര്യം എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയല്ല. നാം ഇടവിടാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭക്തിമായി വിളിച്ചത് ആദ്യം യേശു കേൾക്കാതെ പോലെ ഇരുന്നിരിക്കാം. പക്ഷേ അവൻ അധികമായി വീണ്ടും വിളിച്ചപ്പോൾ വചനം പറയുന്നു, യേശു അവിടെ നിന്നു. ഹല്ലേലൂയ. 49 വാക്യം വായിക്കാം. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽ വേളയിൽ നീ ഹല്ലേലൂയ സ്തോത്രം ദൈവ സന്നിധിയിൽ ഒരു വിഷയത്തിന്മേൽ ഒരു പ്രാർത്ഥന വിഷയത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിനോട് യാചിച്ചുകൊണ്ടായിരിക്കുന്നുവെങ്കിൽ ദൈവവചനം നിന്നോട് പറയുന്നു, ധൈര്യപ്പെടുക, കർത്താവ് നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ധൈര്യപ്പെടുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഏത് വ്യക്തി അവനെ തടസ്സം ചെയ്തു, ആ വ്യക്തി അവനോട് വന്ന് പറയുന്നു, ധൈര്യപ്പെടുക, നീ നിരാശപ്പെട്ടു പോകണ്ട, നീ തളർന്നു പോകണ്ട. മറ്റുള്ളവർ നിന്നെ അധൈര്യപ്പെടുത്തുന്നത് കൊണ്ട്, മറ്റുള്ളവർ നിന്നെ നിരാശപ്പെടുത്തുന്നത് കൊണ്ട്, ഹല്ലേലൂയ, മറ്റുള്ളവർ നിന്നെ അടിച്ച് അമർത്തി വയ്ക്കുന്നത് കൊണ്ട് നീ അധൈര്യപ്പെട്ടു പോകേണ്ട. യേശു നിന്റെ ശബ്ദം കേൾക്കുന്നു, യേശു നിന്റെ നിലവിളി കേൾക്കുന്നു. ഹല്ലേലൂയ. യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിന്നെ വിളിക്കുന്നു. ധൈര്യപ്പെടുക എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവനെ വിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. അവൻ എങ്ങനെയാ പോയത്? 50 വാക്യം. അവൻ തന്റെ പുതപ്പെടുത്ത് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാ അവന്റെ വിശ്വാസത്തിന്റെ വെളിപ്പാട്, ക്ലൈമാക്സ് വെളിപ്പെടുന്നത്.
ഹല്ലേലൂയ. ആമേൻ. അവനൊരു പുതപ്പ് മൂടിയിരുന്നു. എന്താ പുതപ്പിന്റെ അർത്ഥം? ആമേൻ. അവൻ കാഴ്ചയില്ലാത്തവൻ, ഒരു പിച്ച യാചിക്കുന്ന വ്യക്തി എന്നതാണ് ഈ പുതപ്പിന്റെ അർത്ഥം. ഇപ്പോൾ അവന്റെ ഉള്ളിൽ വിശ്വാസം അധികമായി കത്തി ആമേൻ ഉയരുന്നത് നാം കാണാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ മുൻപ് യേശുവേ എന്ന് വിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു. തടസ്സങ്ങൾ വന്നപ്പോൾ അധികമായി വിളിച്ചു. ഹല്ലേലൂയ. യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഹല്ലേലൂയ തന്റെ പുതപ്പ് കളഞ്ഞു. താൻ ഒരു കുരുടൻ, താൻ ഒരു പിച്ച യാചിക്കുന്ന വ്യക്തി എന്ന അടയാളത്തെ വെളിപ്പെടുത്തുന്ന തന്റെ പുതപ്പിനെ ഹല്ലേലൂയ അവൻ എറിഞ്ഞു, ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥയെ നീ പഴയ അവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആമേൻ. നീ വിശ്വാസത്താൽ ആ അവസ്ഥയിൽ നിന്നും കുടഞ്ഞ് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. പൊടി തട്ടി എഴുന്നേൽക്കണം. ഹല്ലേലൂയ. പൊടി തട്ടി നീ എഴുന്നേറ്റാൽ മാത്രമേ കർത്താവിന് പ്രവർത്തിപ്പാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ വിളി കേട്ടിട്ടും ആമേൻ പഴയ അവസ്ഥയും പറഞ്ഞുകൊണ്ട് പഴയ സാഹചര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല. നിന്റെ കണ്ണുകൾ തുറക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രാപിപ്പാൻ സാധ്യമല്ല. അവൻ ഭക്തിമായി ചെയ്തത് തന്റെ പുതപ്പ് കളഞ്ഞു, തന്റെ മേൽവസ്ത്രത്തെ കുടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. താൻ ഒരു ആമേൻ കുരുടൻ, കണ്ണു കാണാത്ത വ്യക്തി, താൻ പിച്ചയാചിക്കുന്ന മനുഷ്യൻ എന്ന അടയാളത്തെ അവൻ മുൻപേ കളഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മെ വിളിക്കുന്ന ശബ്ദം നാം കേട്ടുവെങ്കിൽ പിന്നെ പഴയതിനെ കുറിച്ച് നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കേണ്ട, പഴയ അവസ്ഥയെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ഹല്ലേലൂയ. അപ്പോഴേ വിശ്വാസത്തോടെ നാം എഴുന്നേൽക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലേണ്ട ആമേൻ കടന്നു ചെല്ലേണ്ടതിനായി ആ വിശ്വാസത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭക്തിമായി വിശ്വാസത്തോടെ യേശുവിന്റെ മുൻപാകെ കടന്നു ചെല്ലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ യേശുവിന്റെ മുൻപാകെ കടന്നു ചെല്ലുമ്പോൾ നാം വിശ്വാസത്തോടെ കടന്നു ചെല്ലണം. എങ്ങനെ വിശ്വസിക്കണം? യേശു ഉണ്ട് എന്നും തന്നെ വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു എന്നും യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് അവൻ വിടുതൽ നൽകുന്നു എന്നും ആമേൻ നാം വിശ്വസിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികൾ ആമേൻ ആ വിശ്വാസത്തിൽ ആമേൻ ഹല്ലേലൂയ വളർന്നവരായി ആമേൻ ഉറച്ചവരായിരിക്കണം. അതാ യേശുവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെ യേശുവിന് ഇത്തിരി ഇഷ്ടമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അപ്പോ യേശു നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നാം ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. നമ്മുടെ വിശ്വാസത്തെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വെളിപ്പെടുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ഭക്തിമായി ആദ്യം ആമേൻ സ്തോത്രം ജനങ്ങൾ കടന്നു ചെല്ലുന്ന ശബ്ദം കേട്ടിട്ട് വിളിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം അന്വേഷിക്കുന്നു എന്താ സംഭവം. അല്ലെങ്കിൽ യേശു പോകുന്നു എന്നറിഞ്ഞു ഉടനെ അവൻ വിളിക്കുന്നു, യേശുവേ ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ. സ്തോത്രം. മറ്റുള്ളവർ അടക്കി അമർത്തുമ്പോൾ പിന്നും അധികമായി വിളിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അവന്റെ വിശ്വാസം വർദ്ധിക്കുന്നത് യേശു കാണുന്നു. അടുത്ത മൂന്നാമതായി ഹല്ലേലൂയ യേശു വിളിക്കുന്നു എന്ന് കേട്ടുടനെ അവൻ തന്റെ പഴയ അവസ്ഥയുടെ അടയാളമായ സ്തോത്രം മേൽവസ്ത്രത്തെ കുടഞ്ഞു കളയുന്നു, പുതപ്പിനെ കുടഞ്ഞു കളയുന്നു. അപ്പൊ ഒരു പടി കൂടെ വിശ്വാസത്തിൽ മുന്നേറുന്നത് യേശു കാണും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ കണ്ണുകളെ കർത്താവ് തുറക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ, വിടുതലുകൾ, അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ പറ്റാതെ ക്രിസ്തു
ക്രിസ്തുവിൽ നാം പ്രവർത്തിപ്പാൻ പറ്റാതെ, സ്വയമായി നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ പറ്റാതെ നമ്മെ കുരുടാക്കി വച്ചിരിക്കുന്ന കണ്ണുകൾ, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണമെങ്കിൽ നമ്മുടെ വിശ്വാസം അനുദിനവും വളർന്നുകൊണ്ടേയിരിക്കണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് വർദ്ധിക്കുന്നത് യേശു നമ്മിൽ കാണണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 51-ാം വാക്യം. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒറ്റ ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വേറെ ഒന്നും, നീ ആര്, നീ അഡ്രസ് എന്താ, നീ ഏത് മതക്കാരനാ, ഏത് ജാതിക്കാരനാ, ഏത് ഗോത്രത്തിൽ നിന്ന് വന്നതാ, നിന്റെ ദേശം ഏതാ, ഒന്നും ചോദിച്ചില്ല. നിന്റെ കുടുംബ പാരമ്പര്യമെന്ന് ഒന്നും ചോദിച്ചില്ല. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തികൾക്കായി യേശു പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ ഏത് ജാതിയിലാകട്ടെ, ഏത് മതത്തിലാകട്ടെ, ഏത് ഗോത്രത്തിലാകട്ടെ, ഏത് ദേശക്കാരനാകട്ടെ, അതൊന്നും യേശുവിന് വിഷയമല്ല. ഹല്ലേലൂയ. യേശുവിന് ആവശ്യം തന്നെ അനുഗമിക്കുന്ന ജനം, തന്റെ ശബ്ദം കേൾക്കുന്ന ജനം, ഹല്ലേലൂയ, തന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനത്തെ കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശു അവന്റെ അടുക്കൽ വന്നപ്പോൾ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പോൾ അവൻ പറയുന്നു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ആഗ്രഹത്തെ, അവന്റെ ആവശ്യത്തെ ഒറ്റ വാക്കുകൊണ്ട് പറയും. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ ഒരുപാട് സ്തോത്രം, ഹല്ലേലൂയ, നല്ല കോർത്തിണക്കിയ വചനങ്ങൾ പറഞ്ഞ്, കോർത്തിണക്കിയ വാക്കുകളാൽ പറഞ്ഞാലേ ദൈവം കേട്ടു. അതല്ല, നാം വിശ്വസിച്ചാൽ ഹല്ലേലൂയ ഒറ്റ വാക്കില് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കണം. വിശ്വാസത്തിന്റെ കണ്ണുകൾ നാം തുറക്കണം. ഹല്ലേലൂയ. ആമേൻ. മധ്യമായി ജഡികമായി, ഹല്ലേലൂയ, ആമേൻ, കണ്ണു കാണാത്ത വ്യക്തിയായിരുന്നു, കുരുടനായിരുന്നു എങ്കിലും അവന്റെ വിശ്വാസ കണ്ണുകൾ തുറന്നിരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പം നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അയ്യോ, ഞാൻ അനേക ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, എങ്കിലും എന്റെ വിഷയത്തിന് മറുപടി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽവേളയിൽ നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവൻ നിനക്ക് വേണ്ടി അത്ഭുതത്തെ ഉടൻ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവും ഒറ്റ വാക്കിൽ പറഞ്ഞു. 52-ാം വാക്യം. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു നിനക്ക് കാഴ്ച ലഭിക്കട്ടെ എന്നല്ല പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിച്ചിരിക്കുന്നു. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 അപ്പോ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഭൗതിക മണ്ഡലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യത്തോടെ നാം ആയിരുന്നാലും, ശാരീരികമായി നാം എന്ത് ആവശ്യത്തോടെ ആയിരുന്നാലും, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുമെങ്കിൽ കർത്താവ് നമ്മൾ വിശ്വാസത്തെ മാനിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഭർത്തിമായോട് യേശു പറഞ്ഞു, നീ പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. അവൻ ഉടൻ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചവനായി. വായിക്കാം. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഉടൻ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. അവൻ ഉടൻ തന്നെ കാഴ്ച പ്രാപിച്ചു. കണ്ണുകൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കണ്ണു തുറക്കപ്പെട്ടപ്പോൾ അവൻ തന്റെ പഴയ തൊഴിലിന്
പിന്നെ പോയില്ല. അവൻ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ തുറക്കപ്പെട്ട അനേകർ ഇന്നും പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടും, സ്നാനമെടുക്കും, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, പഴയ കുരുടിക്കറവത്ര പഴയ അവസ്ഥയിലേക്ക്, പഴയ സ്ഥലത്തേക്ക്, പഴയ സ്ഥാനത്തേക്ക്, ഹല്ലേലൂയ, സ്വന്തം ജീവനില്ലാത്ത സ്ഥാനത്തേക്ക് അവൻ കടന്നു ചെല്ലുന്ന അനുഭവം. അവൻ കൃത്യമായി അങ്ങനെ ചെയ്തില്ല. അവൻ കാഴ്ച ലഭിച്ചപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവനായി മാറി, യേശുവിനെ പിൻചെല്ലുന്നവനായി മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സത്യം അറിഞ്ഞാൽ ആ സത്യത്തിൽ നിലനിൽക്കുന്ന ദൈവജനം, അതാ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ജനം. അല്ലെങ്കിൽ കണ്ണു തുറന്നാൽ ആമേൻ സ്തോത്രം, കണ്ണു തുറന്നതുപോലെ ജീവിക്കണം. പിന്നെ പഴയ കുരുടന്റെ പ്രവൃത്തിയിലേക്ക് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ണ് ദൈവം തുറന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആ തുറന്ന അനുഭവത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ണ് തുറന്ന ശേഷവും കാണാത്തതുപോലെ, അറിയാത്തതുപോലെ നടിക്കുന്ന ചില ആത്മീക നടിപ്പുകാർ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയല്ല. ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കണ്ണ് തുറന്ന അവസ്ഥയിൽ നാം യേശുവിനോടുകൂടെ മുന്നേറി ചെല്ലണം. സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന, അങ്ങയുടെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതം കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. കണ്ണ് തുറക്കുന്നത് എന്തിനാ? യേശുവിന്റെ പ്രവൃത്തിയെ നാം കാണുവാൻ, യേശുവിന്റെ പ്രവൃത്തിയെ നാം അനുഭവിപ്പാൻ, വചനത്തിലെ ശക്തിയെ നാം കാണുവാൻ, വചനത്തിലെ ആമേൻ അത്ഭുതങ്ങളെ നാം കാണുവാൻ. ഹല്ലേലൂയ. എന്നാൽ സ്വതന്ത്ര കണ്ണ് തുറന്നിട്ടും ആമേൻ ദൈവ വചനം, ദൈവ സത്യം ഇല്ലെന്ന് അറിഞ്ഞിട്ടും, ഹല്ലേലൂയ, ആമേൻ പഴയ അനുഭവത്തിലേക്ക് പോകുന്ന ജനത്തിനായി കർത്താവിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ അത്ഭുതത്തിന്റെ ദൈവം, അവൻ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുവരയ്ക്കും, കഴിഞ്ഞ നിമിഷം വരയ്ക്കും അവൻ വഴിയിൽ ഇരുന്നു കൊണ്ട് പിച്ച യാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ ആമേൻ സ്വന്തം വിശ്വാസത്താൽ യേശുവിനെ നോക്കി പോകാം. അവൻ ഒന്നും ചിന്തിച്ചില്ല, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് എന്ത് തൊഴിലറിയാം, എനിക്ക് അറിയാമെന്നുള്ള ഏക തൊഴിൽ പിച്ച യാചിക്കുന്നത്. ഇതൊന്നും അവൻ ചിന്തിച്ചില്ല. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച ദൈവം എന്നെ പോഷിപ്പാൻ ശക്തൻ, എന്നെ നടത്തുവാൻ ശക്തൻ, അത് അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. പിന്നെ അവൻ ഒന്നിനെ കുറിച്ചും ഭാരപ്പെട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ പിന്നെ നാം അവൻ ലോകത്തിന് അനുരൂപരായി ജീവിപ്പാൻ ആഗ്രഹിക്കില്ല, ലോകം ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിപ്പാൻ ആഗ്രഹിക്കില്ല, പഴയ അവസ്ഥയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ കണ്ണുകൾ ശരിയായി തുറന്നു കഴിഞ്ഞാൽ പഴയ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആ വ്യക്തി ചിന്തിക്കുകയില്ല. എത്രയോ സാക്ഷികൾ പറയാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുമുൻപേ സാക്ഷിയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ നിന്നും നാം പ്രാപിക്കുന്ന വിടുതൽ, ആമേൻ സ്തോത്രം, അത് ഓർത്ത് നാം നന്ദിയുള്ളവരായിരിക്കണം, കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു ആമേൻ കുരുടർക്ക് കാഴ്ച നൽകുന്ന ദൈവം, കണ്ണുകളെ തുറക്കുന്ന ദൈവം. ആമേൻ സംഖ്യാപുസ്തകം 22-ാം അധ്യായം ആമേൻ 31-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ എണ്ണാകമം 22 ആമേൻ 31, സംഖ്യ 22:31. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹല്ലേലൂയ. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ ആദ്യം നാം ചിന്തിച്ചത്, അവൻ ഭൗതികമായി ശാരീരികമായി കണ്ണ് അടയ്ക്കപ്പെട്ടുന്ന ഒരു വ്യക്തി, ജന്മനാൽ കുരുടനായിരുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദം തന്നെയോ എന്ന് നാം അറിയേണ്ടതിന് നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ആത്മീക കണ്ണുകളെ തുറക്കുന്നു. ആമേൻ ലോകപ്രകാരമായി ജീവിക്കാൻ
അവൻ കണ്ണ് തുറക്കപ്പെട്ടു. അവൻ ആ വ്യക്തി യേശുവിനെ അനുഗമിച്ചു. അടുത്ത് അവൻ നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദമാണോ എന്ന് നാം തിരിച്ചറിയേണ്ടതിന് നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ബിലെയാമിന്റെ സംഭവം. ഹല്ലേലൂയ, അടിക്കടി നാം മെസ്സേജുകൾ കേൾക്കുന്നതാ. ഹല്ലേലൂയ. അപ്പൊ ബിലെയാം ഇസ്രായേലിലെ പ്രവാചകൻ. ബിലെയാം പ്രവാചകനാ, ദൈവത്തിന്റെ പ്രവാചകനായ ബിലെയാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ നിന്നും കടന്നു വരുമ്പോൾ ബിലെയാമിന്റെ ബാലാക് രാജാവിന്റെ ദേശത്തിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, മോവാബ് സമഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, ആ ദേശത്തിലെ രാജാവായ ബാലാക് ആമേൻ ബിലെയാം പ്രവാചകനെ വിളിപ്പാൻ ആളയച്ചു. ഈ ജനം വലിയൊരു ജനക്കൂട്ടം, ഈ ജനം നമ്മുടെ ദേശത്തെ നശിപ്പിക്കും എന്ന് ചിന്തിച്ച് പേടിച്ച് ബിലെയാമിനെ വിളിച്ച് ഈ ജനത്തെ ശപിക്കുവാൻ വേണ്ടി ബാലാക് രാജാവ് വിളിക്കുന്നു. അപ്പോൾ ബിലെയാം അതിന് എന്ത് പ്രതികരണം ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ വാക്യം 10-ാം വാക്യം. ബിലെയാം ദൈവത്തോട്, ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷെ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായി സിപ്പോന്റെ മകനായ ബാലാക്ക് എന്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലെയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പൊ ബിലെയാമോട് ദൈവം പറയുന്നു, നീ പോകേണ്ട, ആ ജനം അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ശപിക്കുകയും വേണ്ട. ഹല്ലേലൂയ. അപ്പൊ ബാലാക് രാജാവ് ബഹുമാനങ്ങളെ കൊടുക്കും, നിന്നെ ഞങ്ങൾ മാനിക്കുമെന്ന് അവൻ പ്രധാനികളെ അയച്ചിരിക്കുക ബിലെയാമിന്റെ അടുക്കലേക്ക്. സ്തോത്രം. അപ്പൊ ബിലെയാം ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ജനക്കൂട്ടം വന്നിരിക്കുന്നത് കൊണ്ട് ബാലാക് രാജാവ് എന്നെ വിളിച്ച ജനത്തെ ശപിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവം ബിലെയാമോട് പറയുന്നു, നീ പോകേണ്ട, ആ ജനത്തെ ശപിക്കുകയും വേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വതः അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവം ഒറ്റ വാക്കിൽ പറയാ, നീ പോകണ്ട, ആ ജനത്തെ ശപിക്കുകയും വേണ്ട. സ്തോത്രം. അപ്പൊ ബിലെയാം അവരോട് പറഞ്ഞു, ഞാൻ വരുവാൻ ദൈവം എനിക്ക് അനുവാദം തന്നില്ല, അതുകൊണ്ട് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞയച്ചു. എന്നാൽ ബാലാക് രാജാവ് വീണ്ടും കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ചിലരെ അയച്ചിട്ട്, ഞാൻ നിന്നെ അധികമായി മാനിക്കും, നീ ഞങ്ങളോട് വന്ന് ആ ജനത്തെ ശപിക്കണമെന്ന് വീണ്ടും പറയുമ്പോൾ ബിലെയാം വീണ്ടും പറയുന്നു, ഞാൻ ദൈവത്തോട് ചോദിക്കാം, ദൈവം പറഞ്ഞിട്ടല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും ബിലെയാം ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇങ്ങനെ അവർ വന്നിരിക്കുന്നു, എന്നെ അധികമായി മാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ദൈവസന്നിധിയിൽ പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവം ബിലെയാമോട് പറയുന്നു. 20-ാം വാക്യം. രാത്രിയിൽ ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു, എങ്കിൽ പുറപ്പെട്ട് അവരോട് കൂടെ പോകാം, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, ശരി, അവർ വന്നിരിക്കുന്നുവെങ്കിൽ നീ പോകാ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് മാത്രമേ നീ ചെയ്യാം. ഹല്ലേലൂയ. അപ്പോ ദൈവം ആദ്യം അനുവാദം കൊടുത്തില്ല, സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, സ്തോത്രം, രണ്ടാമത് വീണ്ടും ചോദിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ നിന്നോട് പറയുന്നത് മാത്രം തന്നെ ചെയ്യണം. ഹല്ലേലൂയ. കൽപ്പന കൂടെ കൊടുത്ത് ദൈവം അനുവാദം കൊടുക്കുന്നത് നാം കാണുന്നു. അപ്പൊ ദൈവം ആദ്യം പറഞ്ഞത് നീ പോകണ്ട. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ ഒരു കാര്യം തടസ്സം ചെയ്തു കഴിഞ്ഞാൽ നാം പിന്നെയും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ സ്തോത്രം, പിന്നെ ലഭിക്കുന്ന ഉത്തരം ദൈവത്തിന്റെ ഹിതമല്ല.
അല്ലെങ്കിൽ നമ്മുടെ നിർബന്ധത്താൽ വരുന്നത്. ഹല്ലേലൂയ. ബിലെയാമിന്റെ ഉള്ളിൽ ആഗ്രഹം, സ്തോത്രം, രാജാവ് പറയുന്നത് അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് ബഹുമാനം കിട്ടും, അധികമായ സ്തോത്രം പൊന്നും വെള്ളിയുമൊക്കെ അധികമായി ലഭിക്കും എന്നൊരു ആഗ്രഹം, ദ്രവ്യാഗ്രഹം കൊണ്ട് ബിലെയാം വീണ്ടും ദൈവത്തോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. അപ്പോ രണ്ടാമത്തെ സമയത്ത് ദൈവസന്നിധിയിൽ പോകുമ്പോൾ ബിലെയാമിന്റെ ഉള്ളിൽ അവൻ ദ്രവ്യാഗ്രഹം ഉണ്ടായി, പണമോഹം ഉണ്ടായി, പൊന്മോഹം ഉണ്ടായി. ഹല്ലേലൂയ. ഇങ്ങനെ അവൻ ചോദിച്ചതനുസരിച്ച് ബിലെയാമിനെ ദൈവം പറയും, ശരി എന്നാ നീ പോയിക്കോ, എന്ന് ഞാൻ പറയുന്നത് പ്രവർത്തിക്കായുള്ളൂ എന്നൊരു കണ്ടീഷനോടെ ദൈവം പറഞ്ഞയക്കുന്നത് നാം കാണുന്നു. ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 21-ാം വാക്യം. ബിലെയാം രാവിലെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, മോവാബ്യ പ്രഭുക്കന്മാരോട് ഇവൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രഭുക്കന്മാരോടുകൂടെ ബിലെയാം പോകുന്നു. അപ്പൊ സ്തോത്രം, ദൈവം ആദ്യം പറഞ്ഞത് നീ പോകണ്ട, എന്നാൽ ഇവന്റെ നിർബന്ധത്താൽ ദൈവം ശരി എന്നാ പോയിക്കോ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പോകുമ്പോൾ 23-ാം വാക്യം. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. അപ്പൊ ഇപ്പോ ബിലെയാമിന്റെ കണ്ണ് അടഞ്ഞു, കഴുതയുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞ വാക്ക് ബിലെയാം അനുസരിക്കാതെ പ്രഭുക്കന്മാരുടെ പണത്തിന് വേണ്ടി, രാജാവിന്റെ പണത്തിനു വേണ്ടി പോയപ്പോൾ ബിലെയാമിന്റെ കണ്ണ് അടഞ്ഞു. തുറന്നതാരുടെ കണ്ണ്? കഴുതയുടെ കണ്ണ്. ഹല്ലേലൂയ. ബിലെയാമിന് കാണാൻ പറ്റാത്തത് കഴുതയ്ക്ക് കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ദൈവമക്കളുടെ ജീവിതത്തിൽ നാം വളരെ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ കഴുതകളുടെ കണ്ണുകളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ ദൈവം ഉപയോഗിച്ചതാണ്, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്തോത്രം, അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. എങ്കിൽ ഈ അവസാന നാളുകളിൽ ദൈവം ചില കഴുതകളുടെ കണ്ണുകളെ തുറന്ന് ചില വെളിപ്പാടുകളെ കാണിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബിലെയാം ദൈവത്തെ അനുസരിക്കാതെ പോയപ്പോൾ ബിലെയാമിന്റെ കണ്ണുകൾ അടഞ്ഞു. വെളിപ്പാടുള്ളവനാ, ദർശനമുള്ളവനാ, പക്ഷേ ദൈവത്തിനോട് നിർബന്ധത്താൽ ദൈവത്തിന്റെ അനുവാദം പ്രാപിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം പറയുന്നത് ഒറ്റ വാക്കിൽ നാം അനുസരിച്ചാൽ അതാ ദൈവം പ്രസാദിക്കുന്നത്, അതിലാ ദൈവം പ്രസാദിപ്പിക്കുന്നത്, അതിലാ ദൈവം സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ എന്റെ ജീവിതത്തില് വെളിരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച് ഞാൻ അഭിഷേകം പ്രാപിച്ച ആ സമയത്തൊക്കെ അധികമായി പ്രാർത്ഥിക്കുമിരുന്നു. അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും വിസ ഉണ്ടാണ്. എന്റെ സഹോദരന്റെ ഹസ്ബൻഡും വെളിരാജ്യത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആ വിസ എങ്ങനെയും കിട്ടും എന്നത് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി അധികമായി പ്രാർത്ഥിക്കും. കുത്തിൽ നിന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, വിസ നൽകണമേ. അവരനേക സ്ഥലത്ത് പാസ്പോർട്ട് കാപ്പിയൊക്കെ കൊടുത്തിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രവാചകൻ എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, സോദരൻ, ഇത് ഒരു 25 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് പ്രവാചകൻ തലയിൽ കൈവച്ച് പറഞ്ഞു, നീ എന്നോട് മുട്ടിപ്പായിട്ട് ചോദിക്കുക. ദൈവാത്മാവ് പറയുന്നത്, നീ എന്നോട് മുട്ടിപ്പായി ചോദിക്കണ്ട. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് ചെയ്യണമോ ഞാൻ അത് ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹമായി വയ്ക്കും. ഇത്രയും പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ അതോടെ ഞാൻ ആ പ്രാർത്ഥന കുറച്ച് സ്ലോ ആക്കി. സ്തോത്രം. ആമേൻ. എന്നെ പാസ്പോർട്ടൊക്കെ ക്യാൻസലായി പോയി. ഹല്ലേലൂയ. തുടർന്ന് ദൈവം നടത്തിയപ്പോ ഞങ്ങൾ കട തുടങ്ങിയപ്പോൾ വിചാരിച്ചു, കട തുടങ്ങി എല്ലാവർക്കും അനുഗ്രഹമായി, അനേകർക്ക് നാം കട കൊടുക്കുന്നു, ഫ്രീയാ കൊടുക്കുന്നു, ഇതൊക്കെയാ ദേശത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇപ്പോഴാ ശുശ്രൂഷയിലൂടെ ദൈവം ദേശത്തിൽ അനേകർക്ക് അനുഗ്രഹമായി വയ്ക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തന്ന വാഗ്ദത്തത്തിൽ പകുതി പോലും ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി എത്രയോ വെളിപ്പാടുകളുണ്ട്. ദൈവം പ്രവചനങ്ങൾ നിറവേറുവാനുണ്ട് വലുത്.
ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അപ്പോ അതിനുശേഷം ഞാൻ മുട്ടിപ്പാതിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം വെളിയിൽ നാട്ടിൽ എന്നെ കൊണ്ടുപോയാന്. ഹല്ലേലൂയ. ഇന്ന് കൊണ്ടുപോകാതിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുപോയി അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കൊണ്ടിട്ട് അടിമ പോലെ ഇട്ട് സ്തോത്രം മടുത്ത് തിരിച്ചു വരേണ്ട അവസ്ഥ, അടിയും കൊണ്ടിട്ട് മടക്കി വരേണ്ട. അല്ലെങ്കിൽ ദൈവ കൃപയാൽ അതിന് ഞാൻ ആമേൻ സ്തോത്രം എനിക്ക് ദൈവം അങ്ങനെ ഒരു അവസ്ഥ തന്നില്ല. എന്തുകൊണ്ട്? പിന്നെ ഞാൻ അതിനോട് മനസ്സ് ചെലുത്തിയില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വിഷയം ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. അല്ലെങ്കിൽ അത് ഊവെന്നും ഊവ് ഇല്ല, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. യെസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ എന്ന് പറഞ്ഞാൽ നോ, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യത്തിന് അവിടെ സ്ഥാനമേ ഇല്ല. ഹല്ലേലൂയ. ആദാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിയെ കടലിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രത്തെ പോലെയും വർദ്ധിപ്പിക്കും. യെസ്, അതേ വാഗ്ദത്തം. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഒറ്റ വാഗ്ദത്തം. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കാതെ അബ്രഹാം ഒരു എക്സ്ക്യൂസിലൂടെ കടന്നു ചെല്ലതായി ഇസ്മാവേൽ സന്തതി. അതിലൂടെ എന്തെല്ലാം പ്രശ്നം, എന്തെല്ലാം പ്രതികൂലം. അപ്പൊ ഇങ്ങനെ പിഴയാം കടന്നു ചെല്ലുമ്പോൾ ആമേൻ പിഴയാമിന് മുൻപാകെ, കഴുതയ്ക്ക് മുൻപാകെ പട്ടയ വാളൂരിയ ദൂതൻ നിൽക്കുന്നു. ഊരിയ വാളുമായി എപ്പോ ഞാൻ വെട്ടാമെന്ന് കാത്തു നിൽക്കുന്നു. കഴുത ഇത് കണ്ട് ഒതുങ്ങി ഒതുങ്ങി പോകുക, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നു. പിന്നെ അത് അവൻ കഴുത കുറച്ചു ദൂരം പോയിട്ട് പോകുവാൻ വഴിയില്ലാത്ത രണ്ട് സ്ഥലത്തും ഞെരുങ്ങിയ മതിലായപ്പോൾ അവൻ ഹല്ലേലൂയ ആമേൻ ബിലയാമിന്റെ അടിയും സഹിക്കാൻ വയ്യ. ബിലയാം കഴുതയെ അടിക്കുക, നീ എന്തിനാ ഇങ്ങനെ ഇട്ട് ഞെരുക്കുന്നത്? എന്തിനാ എന്റെ കാലിന് ചുവരിൽ ഉരയ്ക്കുന്നത്? എന്തിനാ എന്നെ മുള്ളിൽ നെരുക്കുന്നത്? കഴുത കാണുന്നത് മുൻപിൽ ഊരിയ വാളുമായി ദൂതൻ നിൽക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ. എന്നാൽ ബിലയാമിന്റെ കണ്ണ് കുരുടായിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കഴുത കിടന്നപ്പോൾ ബിലയാം എന്ത് ചെയ്തു? സ്തോത്രം. 25-ാം വാക്യം. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി ബിലയാമിന്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലയാമിന്റെ കോപം ജ്വലിച്ച് അവൻ കഴുതയെ വടികൊണ്ടടിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ ബിലയാമിന് കോപം ഭയങ്കരമായി. ഹല്ലേലൂയ. അവൻ ആഗ്രഹത്തോടെ പോകുക. എന്താഗ്രഹം? എനിക്കിപ്പോ വലിയ ചുമടും കൊണ്ട് തിരിച്ചു വരാം. ഹല്ലേലൂയ. ബിലയാമിന്റെ ആഗ്രഹം അതാ. ഹല്ലേലൂയ. കണ്ണുകളുടെ ദർശനം വിട്ടുപോയി, ദർശനം ഇല്ല ഇപ്പൊ. ഹല്ലേലൂയ. എന്ത് ദർശനത്തോടെ ദൈവം വിളിച്ചു, ആ ദർശനമെല്ലാം വിട്ട് അനേക ബിലയാമങ്ങൾ ആമേൻ സ്വതവും പണത്തിന്മേൽ ദ്രവ്യത്തിന്മേൽ ദർശനം വച്ചിരിക്കുക. കണ്ണു കുരുടായി പോയി. ഹല്ലേലൂയ. കഴുതയ്ക്കുള്ള വെളിപ്പാട് പോലും നഷ്ടപ്പെട്ട അനുഭവം. ഹല്ലേലൂയ. ഇപ്പൊ കഴുത നിവൃത്തിയില്ലാതെ കീഴെ കിടക്കുന്നു. ആമേൻ. തടി കൊണ്ട് ഇവൻ ദേഷ്യത്തോടെ കഴുതയെ അടിക്കുക. ഹല്ലേലൂയ. അടിക്കുമ്പോൾ ആമേൻ സ്തോത്രം വായിക്കാം. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലയാമിനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അവൻ കഴുതയുടെ വായ ദൈവം ഒന്നും തുറന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും ഇവനൊന്ന് ഗുണപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴുതയുടെ വായ ദൈവം ഒന്ന് തുറന്നു. ഈ അവസാന നാളുകളിൽ കഴുത പോലെ തലയുടെ വായുകളെ ദൈവം തുറക്കാൻ പോകുന്നു ദേശത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴുതകളെ അവൻ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇപ്പോൾ കഴുതകളുടെ വായു ദൈവം തുറന്നു. കഴുത ബിലയാമോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. നീ എന്നെ 3 പ്രാവശ്യം അടിച്ചത് എന്ത് എന്ന് കഴുത ചോദിക്കുമ്പോൾ നീ എന്നെ കളിയാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഒറ്റ വെട്ടിൽ കൊന്നു കളഞ്ഞേനെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മുൻപ് വാളുമായി നിൽക്കുന്നതാര്? ഇവനെ കൊല്ലാൻ വാളുമായി ദൂതൻ നിൽക്കുക. ഇവൻ പറയുന്നു, എനിക്ക് വാളുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നേനെ. ഹല്ലേലൂയ. അനേകരുടെ അവസ്ഥ ഇതാ.
ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വഴി ശരിയല്ല, എന്നാൽ ആമേൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി തയ്യാറാകുക, മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി തയ്യാറാകുക. തന്റെ വഴി യഹോവയ്ക്ക് പ്രസാദമില്ലാതെ ആമേൻ കർത്താവ് ഊരിയ പട്ടയവുമായി ദൂതനെ അയച്ചിരിക്കുക, വാളുമായി ദൂതൻ മുമ്പ് നിൽക്കുമ്പോൾ ഇവൻ കഴുതയോട് പറയാ, ആമേൻ സ്തോത്രം, ഞാൻ നിന്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒറ്റ വെട്ടിൽ കൊന്നേനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ കഴുത യാചിക്കുന്നത്, എപ്പോഴെങ്കിലും ഞാനിങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ, ഇത്രത്തോളം ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നെല്ലാം കഴുത ചോദിക്കുമ്പോൾ 31-ാം വാക്യത്തിൽ ആമേൻ വായിക്കാം. ഇല്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണ് തുറന്നു. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവന്റെ വഴി ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് അവൻ ബിലയാമിന് മനസ്സിലായി. ഹല്ലേലൂയ. ഊരിയ വാളുമായി ദൂതൻ നിൽക്കുന്നത് ബിലയാം ഇപ്പോഴാ കാണുന്നത്. ഹല്ലേലൂയ. ഒരു ബിലയാമിന്റെ കണ്ണ് തുറക്കേണ്ടതിനായി അവൻ കഴുതയുടെ കണ്ണ് കർത്താവ് തുറന്നു, കഴുതയുടെ അവൻ വായ കർത്താവ് തുറന്നു. ഹല്ലേലൂയ. എത്രത്തോളം പ്രവർത്തിക്കുന്ന ദൈവം, ഹല്ലേലൂയ, വഴിമാറിപ്പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ രക്ഷിപ്പാൻ, അവൻ വിടുവിപ്പാൻ, വഴിതിരിപ്പാൻ ദൈവം പലവിധമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ബിലയാമിന്റെ കണ്ണ് ഇപ്പോൾ തുറന്നു. അവൻ കണ്ടത് ഊരിയ വാളുമായി കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നു. ഹല്ലേലൂയ. അവനപ്പോൾ സാഷ്ടാംഗമായി വീണ് നമസ്കരിച്ചു എന്ന് നാം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക വഴി വിട്ട് പിന്മാറിപ്പോകുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ദൈവ വഴിയെ അറിഞ്ഞിട്ടും, ദൈവത്തിന്റെ കൽപ്പനകളെ അറിഞ്ഞിട്ടും, ദൈവത്തിന്റെ വചനം അറിഞ്ഞിട്ടും പിന്മാറിപ്പോകുന്ന വ്യക്തിയാണോ നീ? ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവേ, എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞാൻ അറിയുവാൻ, അങ്ങയുടെ ആമേൻ പ്രമാണത്തിന്റെ ശക്തിയെ ഞാൻ ഉണരുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ബിലയാമിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. അപ്പോൾ അവൻ കണ്ടത് ഊരിയ വാളുമായി ദൂതൻ മുന്നിലായി നിൽക്കുന്നു, അവനെ കൊല്ലുവാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. കൽപ്പനകളെ, വചനത്തെ അനുസരിച്ച് നാം മുന്നേറി ചെല്ലേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലാത്ത പക്ഷം നാം കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഊരിയ വാളുമായുള്ള ദൂതനെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ അതിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം നമ്മെ കാക്കേണ്ട നമ്മുടെ വഴിയെ നാം പരിശോധിച്ചു നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ വഴി ശരിയാണോ? നാം പോകുന്ന വഴി ശരിയാണോ? ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകുന്ന പാത ശരിയാണോ എന്നതിനെ നാം അനുദിനം പരിശോധിച്ചു നോക്കി നാം മുൻപോട്ട് ചെന്നാൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. ദൈവത്തിന്റെ പ്രസാദം നമുക്ക് ലഭിക്കും എന്നതിൽ സംശയമില്ല. ഇല്ലെങ്കിൽ കഴുത നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം ജാഗ്രതയോടെ ഇരിക്കുക. ഹല്ലേലൂയ. അവൻ ബിലയാമിന്റെ കണ്ണുകളെ തുറന്ന ദൈവം അനേക പിന്മാറ്റക്കാരുടെ കണ്ണുകളെ തുറക്കേണ്ടത് ആവശ്യം. അതിനായി നാം അധികമായി പ്രാർത്ഥിക്കുക, അധികമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക ആത്മീയരുടെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ അവൻ സാത്താൻ കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്നവരുടെ കണ്ണുകളെ ശത്രു പണമോഹം കൊണ്ട് കുരുടാക്കുന്നു. ഹല്ലേലൂയ. പണമോഹത്തിന് നാം അടിമപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നടത്തുന്ന ദൈവം പണം പിശാച് കാണിച്ച്, ലോകമോഹങ്ങളെ കാണിച്ച് നമ്മെ വഞ്ചിച്ച് നമ്മുടെ ആത്മീയ കണ്ണുകളെ കുരുടാക്കുന്ന ഒരനുഭവം ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുവല്ലോ. ഹല്ലേലൂയ. ആത്മീയരായ നാം ആ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. ബിലയാമിനെ പണ ഇച്ഛയിട്ട് വഞ്ചിച്ചുവെങ്കിൽ
അല്ലെങ്കിൽ നമ്മെ ആത്മീയ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയേണ്ടതിന് പണമോഹം ഇട്ട് അല്ലെങ്കിൽ പിശാച് വഞ്ചിക്കും. അങ്ങനെ അത് വീണു പോകാതെ നാം ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ആവശ്യം. നമ്മുടെ വഴികളെ അനുദിനവും നാം പരിശോധിക്കണം. നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദമാണോ? നാം കടന്നു ചെല്ലുന്ന പാത ദൈവത്തിന് ഇഷ്ടമാണോ? ഹല്ലേലൂയ. ഇന്ന് ഞാൻ കടന്നു ചെന്ന വഴി ദൈവത്തിന് ഇഷ്ടമുള്ളതായിരുന്നുവോ എന്ന് രാത്രികളിൽ നാം നമ്മെ പരിശോധിച്ച് നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് നാം നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വേണ്ട എന്ന് പറയുന്നതിൽ നാം ഹല്ലേലൂയ സ്തോത്രം വേണ്ട എന്ന് വയ്ക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ഇന്ന് നടന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരിക്കലും ഒരു ദിവസം ഇട്ട ഡ്രസ്സ് ഇടില്ല. അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സ് ഇടില്ല. ഞായറാഴ്ച ആരാധനയ്ക്ക് അലക്കിയ ഡ്രസ്സ് അയൺ ചെയ്ത് ഇടും. പക്ഷെ ഒരു ദിവസം ഒരു പാൻറ് ഞാൻ അരമണിക്കൂറേ ഇട്ടോളൂ. ശരി, ഇന്ന് ശരി എന്തായാലും ഇത് വെള്ളം വെച്ചൊന്ന് തുടച്ച് അയൺ ചെയ്തില്ല, അയൺ ചെയ്തു. എന്നാലും എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഉടനെ ഞാൻ പിന്നെ അതിനെ വിട്ടിട്ട് വേറൊരു പേരെടുത്ത് അയൺ ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മാവ് എപ്പോഴും നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കില്ല. പിന്നെ നമ്മുടെ സ്തോത്രം മനസാക്ഷി മുരടിച്ചു പോകും. പിന്നെ ദൈവവുമായിട്ടുള്ള ദർശനം വെളിപ്പാടില്ല. പിന്നെ ഏതെങ്കിലും കഴുതകൾ വരണം. ഹല്ലേലൂയ. പിന്നെ കഴുത ഇടപെട്ടാലേ സംഭവം തെളിവാകും. അതുകൊണ്ട് നാം ജാഗ്രതയുടെ അനുദിനവും നാം നമ്മെ ഹല്ലേലൂയ ജാഗ്രതയോടെ നമ്മെ ആരാഞ്ഞു നോക്കി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്റെ വഴി അത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് അറിയേണ്ടതിന് കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യത്തെ നാം വായിക്കണം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന സംരക്ഷണം, പാതുകാപ്പ്, സെക്യൂരിറ്റി കാണേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ചുറ്റിലും വലിയൊരു സെക്യൂരിറ്റി വെച്ചിരിക്കുക. നമ്മളെ ചുറ്റിലും പട്ടാളക്കാരുണ്ട്, അല്ലെങ്കിൽ സ്വർഗീയ ദൂതന്മാർ നമുക്ക് കാവലായി നിൽക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഹോദരൻ, ഈ നമുക്ക് ഭാഗം നാം നോക്കുമ്പോൾ സീരിയയുടെ രാജാവ് ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിനായി കടന്നു വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എലീശയെ പിടിക്കണം, അതായിരുന്നു അവിടെ ആഗ്രഹം. എന്തെന്നാൽ ഇസ്രായേൽ ദേശത്തിന് വിരോധമായി എപ്പോഴും സീരിയയിലെ രാജാവ് അരാം രാജാവ് കടന്നു വരുന്നു. അരാം രാജാവ് എപ്പോ കടന്നു വന്നാലും അവർ കടന്നു വന്ന് പതിവിരിക്കുന്ന സ്ഥാനത്തെ ശരിയായ ഇസ്രായേൽ രാജാക്കന്മാർ കണ്ടുപിടിച്ച് അവർക്ക് വിരോധമായി യുദ്ധം ചെയ്യും. അപ്പൊ ഇതെന്താണെന്ന് അരാം രാജാവ് അന്വേഷിച്ചപ്പോൾ എലീശ പ്രവാചകൻ ഇത് വെളിപ്പാടായിട്ട് ഇസ്രായേൽ രാജാവിന് പറയും എന്നത് അവിടെയുള്ള സ്തോത്രം രാജാവിന്റെ പ്രധാനികളാൽ അരാം രാജാവിന് വെളിപ്പെട്ടു. ഇതിനിമിത്തം ഇസ്രായേൽ ദേശത്തിൽ നിന്നും എലീശയെ പിടിച്ചു കൊണ്ടുപോകാൻ അരാം രാജാവ് പട്ടാളക്കാരെ അയച്ചു. അപ്പൊ പട്ടാളക്കാരെ അയച്ചു. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് എലീശയുടെ ജോലിക്കാരൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പല ചുറ്റിലും സ്തോത്രം പട്ടാളക്കാർ നിറഞ്ഞു. അരാം രാജാവിന്റെ മിലിറ്ററി നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. ഇത് കണ്ട് പേടിച്ച് എലീശയോട് പോയി പറഞ്ഞു, അയ്യോ രാജാവേ, യജമാനനെ, സ്തോത്രം, നമ്മെ ചുറ്റിലും വായിക്കാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ഇവൻ പേടിച്ചു പറഞ്ഞു, അയ്യോ
നാം എന്തു ചെയ്യും? അയ്യോ, നാം എന്തു ചെയ്യും? നമ്മെ ചുറ്റിലും ഇത്രത്തോളം പട്ടാളം നിറഞ്ഞിരിക്കുക, മിലിറ്ററി നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ എലിശ പറഞ്ഞു, നീ പേടിക്കണ്ട, നമ്മോട് ഉള്ളവർ അവരോടുള്ളവരെക്കാളും അധികമെന്ന് പറയും. അവരോടുള്ളവരെക്കാളും നമ്മോടുള്ളവർ അധികം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ നിമിത്തം പേടിച്ച് ഞെരുക്കപ്പെടുന്ന, അയ്യോ പേടിച്ച് വിറച്ചിരിക്കുന്ന അവസ്ഥയിലാണോ? ഹല്ലേലൂയ. അവരോടുള്ളവരെക്കാളും നമ്മോടുള്ളവർ അധികം. ഹല്ലേലൂയ. നാം ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എലിസ പ്രാർത്ഥിച്ചു ദൈവത്തോട്, കർത്താവേ, ഇവൻ കാണേണ്ടതിന് ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. അവൻ കണ്ണു തുറന്നപ്പോൾ, അവന്റെ എലിശയുടെ ദാസന്റെ കണ്ണു തുറന്നപ്പോൾ, അവൻ മലമുകളിലെല്ലാം അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ കാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അനേക സാഹചര്യങ്ങളിൽ നമുക്ക് അത് അറിയുവാൻ പറ്റാതിരിക്കാം. എന്നാൽ നാം അത് വിശ്വസിക്കണം. എലിശയുടെ ജോലിക്കാരന്റെ ദാസന്റെ കണ്ണ് തുറന്നു. എലിശയുടെ ദാസന്റെ കണ്ണ് തുറന്നപ്പോൾ അവനായി ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ സംരക്ഷണത്തെ അവൻ കണ്ടു. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ കാക്കുന്ന ദൈവം, ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവം, ദൈവം തന്റെ ജനത്തെ കൂടെ ഇരുന്ന് തന്റെ ദൂതന്മാരെ അയച്ച് പാതുകാക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ഹല്ലേലൂയ ദൂതന്മാർ അവനെ കൈകളിൽ വഹിച്ചു. ഹല്ലേലൂയ. കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം തന്റെ ദൂതന്മാരാൽ നാം കൈകളിൽ വഹിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ ദൂതന്മാർ നമ്മെ കൈകളിൽ വഹിച്ചിരിക്കുന്നു. നാം അത് വിശ്വസിക്കണം. എലിശയുടെ ദാസന്റെ കണ്ണുകളെ ദൈവം തുറന്ന് കാണിച്ചു കൊടുത്തു. എത്രത്തോളമാണ് ദൈവദാസന്, ദൈവമക്കൾക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സംരക്ഷണമെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മെ കാക്കുന്ന ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. കർത്താവിന്റെ കണ്ണുകളെ തുറന്നു. ഹല്ലേലൂയ. അവൻ തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടു. ഹല്ലേലൂയ. നാം അത് വിശ്വസിക്കണം. ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റാതിരിക്കാം, ദൂതന്മാരെ കാണാൻ പറ്റാതിരിക്കാം, എന്നാൽ നമ്മെ കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മെ കാക്കുന്ന ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, നമ്മെ ഹല്ലേലൂയ പാതുകാത്തു നമ്മെ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ എപ്പോഴും കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടി രണ്ട് ഗുണ്ടകൾ ഹല്ലേലൂയ സ്തോത്രം പതുങ്ങിയിരുന്നു. എന്നാൽ ഇവർ രാത്രിയിൽ നടന്നു പോകുമ്പോൾ സ്തോത്രം അവർ കണ്ടത് രണ്ടുപേർ രണ്ട് ഭാഗത്തും രണ്ടുപേർ ഹല്ലേലൂയ നടന്നു പോകുന്നു. സ്തോത്രം. ഇവർക്കറിയില്ല പിന്നെ ഇതിൽ സ്തോത്രം അവർ വേറൊരു കുറ്റത്തിൽ നിമിത്തം പിടിക്കപ്പെട്ടപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ സാക്ഷ്യം പറഞ്ഞതാ, നിനക്ക് ഇങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോ ഒവ്വൊരു ദൈവമക്കൾക്കും ചുറ്റിലും കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ച് കാവൽ ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റാതിരുന്നാലും നമ്മുടെ ശത്രുക്കൾക്ക് അത് കാണാം. ഹല്ലേലൂയ. നമുക്ക് അനുഭവം ചിലർക്ക് കാണാം. നമുക്ക് വരുന്ന പ്രതികൂലത്തെ ദൈവം നേരത്തെ കാണിച്ചു തരും. സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ ദൈവം കാണിച്ചു തരുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം അത് വിശ്വസിക്കണം. കർത്താവ് നമുക്ക് ദൂതന്മാരെ അയച്ച് നമ്മെ കാവൽ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എലിശയുടെ ദാസൻ അത് കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നാം വായിച്ചത് സങ്കീർത്തനം 119:18. ഹല്ലേലൂയ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണം, വേദപുസ്തകം എന്നത് അത്ഭുതമാണ്. ഹല്ലേലൂയ. ഇത് അത്ഭുതത്തിന്റെ പുസ്തകമാണ്.
ഹല്ലേലൂയ. അനേക സാഹചര്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റാതിരിക്കാം. ഹല്ലേലൂയ. ഇത് അത്ഭുതങ്ങൾ നിറഞ്ഞ പുസ്തകമാണ്. ഇത് സാധാരണ പുസ്തകമല്ല. ഹല്ലേലൂയ. സാധാരണ പുസ്തകം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റില്ല. സാധാരണ ഒരു കഥ പുസ്തകം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കണ്ണു തുറക്കപ്പെട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ആമേൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിലെ, ഈ വേദപുസ്തകത്തിലെ, ഈ വിശുദ്ധ പുസ്തകത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഫാത്തിമയുടെ കണ്ണുകളെ യേശു തുറന്നു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ബിലയാമിന്റെ കണ്ണുകളെ തുറന്നു. ഹല്ലേലൂയ. തന്റെ വഴി ശരിയല്ല എന്ന് അവൻ ഉണർന്നു. ഹല്ലേലൂയ. എലീശയുടെ ദാസന്റെ കണ്ണുകൾ തുറന്നു. കർത്താവ് തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സംരക്ഷണത്തെ അവൻ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നാൽ നാം അത്ഭുതമായി മാറും. ഹല്ലേലൂയ. ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവ വഴിയിൽ നമ്മെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ അത്ഭുതത്തിന്റെ ദൈവം. എന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം വേണം. കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളെ എനിക്ക് കാണണം, അങ്ങയുടെ വിടുതലുകളെ കാണണം, അങ്ങയുടെ നന്മകളെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവം. അവൻ നമ്മുടെ കണ്ണുകളെ, ആത്മീയ കണ്ണുകളെ, ഭൗതിക കണ്ണുകളെ, അത്ഭുതത്തിന്റെ കണ്ണുകളെ തുറന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും